ഇതിൻ്റെ ഹൈറ്റ് എവിടെ നോക്കിയേ, ഇതിൻ്റെ ഒരു വീലുണ്ട് നമ്മളൊരാളുടെ ഹൈറ്റ് കണ്ടോ. ആൻഡ് ഇതുപോലെ ഒരുപാട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് റെയിൽവേ പഴയ റെയിൽവേൻ്റെ ഹിസ്റ്ററി ഒക്കെ എഴുതിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എൻജിൻ വന്ന് നിന്ന് അതിന് നേരെ തിരിച്ച് അതേ സെയിം വന്ന ഡയറക്ഷനിൽ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടോ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിൽ പോകാൻ. 50 രൂപ എങ്ങനെയാണ് ചാർജ് ഉള്ളത്. ഏതാണ്ട് 50 രൂപയാണ് ടിക്കറ്റിന് തന്നെ. നമുക്ക് QR വെച്ചിട്ടും ബുക്ക് ചെയ്യാവുന്നുള്ളൂ. ഇത് കണ്ടോ, നിറച്ച് പിള്ളേരെ കൊണ്ടിട്ട് ഒരു ടീം വന്നിട്ടുണ്ട്. അതിൻ്റെ കൊച്ചും ബഹളോടെ പിള്ളേർ മൊത്തം ഉണ്ട് ഇവിടെ. ഇതിപ്പോൾ ഒരു പ്ലേ സ്കൂൾ പോലെ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ. മൊത്തം പിള്ളേർ, നിറച്ച് പിള്ളേരെ വരുന്നത്. പിള്ളേർക്ക് എന്താണെങ്കിൽ എൻട്രി ഫീ കുറവായിരുന്നു, 10 രൂപ വരുന്നുള്ളൂ. അത് തന്നെ സ്കൂളിൽ നിന്ന് ഒരുപാട് സ്കൂളുകൾ ഇതിന് കൊണ്ടുവരുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ ജോൺ മോറിസ് ഫയർ എൻജിൻ 1917 ജോൺ മോറിസ് എന്ന് പറഞ്ഞ ആളാണ് ഇത് ഡിസൈൻ ചെയ്തത്. 1960 ആകുമ്പോൾ ഇത് റിട്ടയറായി. എന്നിട്ട് ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷനിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് മ്യൂസിയത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. 1914, അതായത് 110 കൊല്ലം പഴക്കമുള്ള ഒരു എൻജിനത്. ഇതിനുള്ളിൽ ഒരു സൈഡിൽ മൊത്തത്തിൽ ട്രെയിനുകളുടെ പ്രോട്ടോ ഉണ്ടാക്കി വെച്ചേക്കാണ്ട്. ഫസ്റ്റ് തന്നെ നീലഗിരി കോച്ചാണ്, നമ്മുടെ ഊട്ടിയിലുള്ള നീലഗിരി കോച്ചാണ്. ഇതിൽ നമ്മൾ പോയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ തന്നെ ഒരു സൈഡ് മൊത്തം വെള്ളച്ചാട്ടങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ കണ്ടു, ഇതൊരു സ്റ്റീം ലോക്കോ എൻജിനാണ്. ഇത് വർക്കിംഗ് കണ്ടീഷനിലാവണം എന്ന് ഉറപ്പില്ല, എന്നാലും ഒരു പ്രോട്ടോ പോലെ വെച്ചാൽ തോന്നുന്നു. സ്റ്റീമാണ്, സ്റ്റീമിന് വേണ്ട അതിൻ്റെ പുക പോകുന്ന കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ എഴുതിയിട്ടുണ്ട് ആരും കയറരുത്, 500 രൂപ ഫൈൻ അടിക്കും. ഇനി ഇതാണ് പ്രിൻസ് ഓഫ് വെയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴയ ഒരു ട്രെയിന്. ഇതൊരു 1 മീറ്റർ ഗേജാണ്, അതായത് പാളങ്ങൾക്ക് തമ്മിൽ 1 മീറ്ററാണ് ഡിഫറൻസ് വരുന്നത്. മ്യൂസിയത്തിലെ ഏറ്റവും പഴയതും മനോഹരവുമാണ് 4 വീലർ വുഡൻ ബോഡി സലൂൺ. രജപുത്ര മാൽവ റെയിൽവേയുടെ ആഗ്ര വർക്ക്ഷോപ്പ് വെയിൽസിലുള്ള രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കാൻ വരുന്നും പ്രഖ്യാപിച്ച് നിർമ്മിച്ചാണ് ഈ ട്രെയിൻ. മിൽക്കി വൈറ്റ് സലൂണാണ് കൊടുത്തത്. കൂടാതെ 4 ഗാർഡന്മാർക്ക് പുറത്ത് സീറ്റും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇരുവശത്തും സൺഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു സാധനത്തിൽ കയറണമെങ്കിൽ 20 രൂപ കൊടുക്കണം. അത് കൂടുതലും സ്റ്റുഡൻസാണ് പോവുള്ളൂ, നമ്മളാരും ഇത്രയും ചെറിയതിൽ പോകുന്നത്. SMR 37302 എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിൻ. ഗ്ലാസ്ഗോയിലുള്ള ഡ്യൂബ്സ് ആൻഡ് കമ്പനി FM ക്ലാസ്സിൽ 1888 ഇത് നിർമ്മിക്കുന്നത്. കൂടിയ ബോയിലർ കപ്പാസിറ്റിയും കൂടുതൽ പ്രഷറും താങ്ങുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ. MM സലൂൺ എന്ന ഈ കമ്പാർട്ട്മെന്റ് മൈസൂർ രാജാവ് കൃഷ്ണരാജ വാഡിയാർ ആൻഡ് അവരുടെ ഫാമിലിയും യൂസ് ചെയ്താർന്നതാണ്. ഒരു 3 കമ്പാർട്ട്മെന്റ് ട്രെയിനിൻ്റെതാണ് ഇത്. ഇതിന്റെ ബാക്കി 2 കമ്പാർട്ട്മെന്റ് മൈസൂർ റെയിൽ മ്യൂസിയത്തിലുണ്ട്. 1899 ഇതിന്റെ നിർമ്മാണ ചെലവ് വന്നിട്ടുള്ളത് 29,500 രൂപയാണ്, നോട്ട് 1899. ആൻഡ് ഇതുപോലെ ഒരുപാട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് റെയിൽവേ പഴയ റെയിൽവേൻ്റെ ഹിസ്റ്ററി ഒക്കെ എഴുതിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വായിച്ച് നല്ല ടൈം എടുത്ത് തന്നെ കാണണം. ഇവിടെ ഒരു മിനിയേച്ചർ യാർഡ് ഉണ്ടാക്കിയിട്ടുള്ളതാണത്. ഡൽഹി റെയിൽവേ എന്നൊക്കെ എഴുതിയിട്ട് ഒരു ഏതാണ്ട് ഒരു 100 മീറ്ററോളം ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അത്രയും ദൂരത്തോളം അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു ട്രെയിൻ ഓടിക്കൊണ്ടേയിരിക്കും. ആൻഡ് അതിൽ ലോട്ടസ് ടെമ്പിൾ കാണിക്കും, പല ബ്രിഡ്ജ് കാണിക്കും, പല രീതിയിലുള്ള ടെറൈൻ വരെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മിനിയേച്ചർ റെയിൽവേ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. ഒരു ചെറിയ ട്രെയിൻ ഇങ്ങനെ ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. കണ്ട, ഒരു കുഞ്ഞ് ട്രെയിൻ പോകുന്നുണ്ടോ, അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിനെ ചെറിയൊരു ഇലക്ട്രിഫൈഡ് ഗുഹയുടെ കൂടെ പോയിട്ട് നേരെ പോയിട്ട് ലോട്ടസ് ടെമ്പിളിൻ്റെ അതേനെ പോവും. എന്ത് രസാലേ. കണ്ടു, ഇതാണ് ടേൺ ടേബിൾ. അതായത് ഒരു എൻജിൻ വന്ന് നിന്ന് അതിനെ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്ത് സെയിം ഡയറക്ഷനിലേക്ക് പോകാൻ ഈ ഒരു മൊഡ്യൂൾ മൊത്തത്തിൽ കറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് അടിയിലൊരു ഹിഞ്ചേ ഉള്ളൂ, ബാക്കി ഇത് മൊത്തത്തിൽ കിടന്നിട്ട് റൊട്ടേറ്റ് ചെയ്യും. കണ്ടു, ഈ ഒരു മൊഡ്യൂളും സർഫസും തമ്മിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും പല സ്ഥലത്തും ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എൻജിൻ വന്ന് നിന്ന് അതിന് നേരെ തിരിച്ച് അതേ സെയിം വന്ന ഡയറക്ഷനിൽ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അത് മൊത്തത്തിൽ കുറേ ദൂരം പോയി എൻജിൻ മാറ്റി അത് ഭയങ്കര പാടാണ്. നേരെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ അതിന് ഏറ്റവും ഹെൽപ്ഫുള്ളായ ഒരു ട്രാം മെക്കാനിസമാണിത്. നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ട്രെയിനാണ് ഇവിടെ വരുന്നത്. കണ്ടു, ചെറിയ കുട്ടികൾ മൊത്തം ഇതിലിരുന്നിട്ട് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. കുഞ്ഞു കുട്ടികളാണ് കൂടുതലും ഇതിൽ പോകുന്നത്.
1904 നിർമ്മിച്ച EM922 എന്ന് പറഞ്ഞൊരു മോഡൽ ട്രെയിനാണ്. ഇതിൻ്റെ ഹൈറ്റ് എവിടെ നോക്കിയേ, ഇതിൻ്റെ ഒരു വീലുണ്ട് നമ്മളൊരാളുടെ ഹൈറ്റ്. കണ്ടോ, ഒരാളുടെ ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ ഒരു വീല്. ആൻഡ് അതിൻ്റെ എൻജിൻ ലോക്കോ പൈലറ്റ് എവിടെയോ ഇരിക്കുന്നത്. എങ്ങനെ പോയാലും ഏതായാലും 3-4 മീറ്റർ ഹൈറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഒരു വീല് മാത്രമുണ്ട് ഒരാളേക്കാ ഹൈറ്റ്. കണ്ടു, ട്രെയിനിൽ പോകാന്ന് പറയുമ്പോൾ പിള്ളേരുടെ ഒരു സന്തോഷം കാണണം. ആർമാദിക്ക് ഇവിടെ കിടന്നിട്ട്. ആൻഡ് ഇതാണ് ഇവിടുത്തെ ശരിക്കുള്ള മ്യൂസിയം. ഇത് കാണാൻ നമ്മൾ വന്നിട്ടുള്ളത്. ഇനി മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയാലോ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ തരുന്നതും പഴയ എൻജിൻ കമ്പാർട്ട്മെൻറ്റ്സും മാനുഫാക്ചറിങ് മെത്തേഡ്സും മെഷീൻസ് ഹിസ്റ്ററി എല്ലാം അറിയാൻ പറ്റും. കൂടാതെ പല ഹെറിറ്റേജ് ട്രെയിനുകളുടെ കഥകളും പല ടെക്നിക്കൽ ഇൻസ്ട്രുമെൻസും അല്ലെങ്കിൽ പാർട്ടിൻ്റെ ഡീറ്റെയിലും അറിയാൻ പറ്റും. ഈവൻ ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് അണ്ടർ കൺസ്ട്രക്ഷൻ ആയ ചെനാബ് റെയിൽവേ ബ്രിഡ്ജിൻ്റെ പ്രോട്ടോ വരെ ഇവിടെ ഉണ്ട്. ആൻഡ് കണ്ടു, റെയിൽ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ റെയിൽവേ അല്ലെങ്കിൽ റെയിൽ ഹിസ്റ്ററി ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ബിൽഡിംഗ് തന്നെയാണ്, പറ്റിയ മ്യൂസിയമാണ്. കാരണം അതിനുള്ളിൽ ഒരുപാട് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി വരുമ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ് നാഷണൽ റെയിൽ മ്യൂസിയം.